ഓക്കെ, ഇന്നത്തെ സെഷൻ DNS. ഓക്കെ, DDNS, ഡൈനാമിക് DNS ആൻഡ് പോർട്ട് ഫോർവേഡിങ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ സെഷൻ വരുന്നത്. ഡൈനാമിക് DNSഉം പോർട്ട് ഫോർവേഡിങ്. ഓക്കെ, പോർട്ട് ഫോർവേഡിങ് എന്താണ് ഡൈനാമിക് DNS? ഓക്കെ, ഞാൻ നേരത്തെ സെഷനുകളിൽ പറഞ്ഞ ഇതുപോലെ തന്നെ ഇന്റർനെറ്റ്, ഓക്കെ, നമ്മൾ റൗട്ടറിൽ വന്നു, റൗട്ടറിന്റെ വാനിൽ വന്നു, നമ്മൾ ലാൻ ത്രൂ ഓരോ PCകളെ ആക്സസ് ചെയ്തു. ഓക്കെ, നെറ്റുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഈ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവർ പല ടൈപ്പ് ഇന്റർനെറ്റ് ഉണ്ടല്ലേ. ഇന്റർനെറ്റിന്റെ IP കിട്ടുന്ന രണ്ട് ടൈപ്പിലാണ്. ഓക്കെ, സ്റ്റാറ്റിക് ആവാം, സ്റ്റാറ്റിക് IP ആകാം, അതേപോലെ ഡൈനാമിക് IP ആകാം. എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനാമിക്? ഞാൻ നേരത്തെ സെഷനുകളിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക് IP നമുക്ക് കോൺസ്റ്റന്റ് IP ആയിരിക്കും, അത് ചേഞ്ച് ആവത്തില്ല. ഡൈനാമിക് IP ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രോബബിളി സ്റ്റാറ്റിക് IP നമ്മൾ പർച്ചേസ് ചെയ്യുന്ന IP ആണ്. വാനിന് സ്റ്റാറ്റിക് IP കിട്ടുന്നത് പർച്ചേസ് ചെയ്യുന്ന IP ആണ്. അതായത് പബ്ലിക്കിന് നമ്മളൊരു IP പർച്ചേസ് ചെയ്യാണ് അതിനെ സ്റ്റാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് എവിടെ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാലും ഈ സ്റ്റാറ്റിക് IP യൂസ് ചെയ്തിട്ട് നിങ്ങൾ റൗട്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് സ്റ്റാറ്റിക് IP പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? നിങ്ങളെ ആ IP ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, IP ചേഞ്ച് ആവട്ടെ, ആ കണക്ഷൻ IP ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഇൻ കേസ് സ്റ്റാറ്റിക് IP ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സ്റ്റാറ്റിക് IP പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് IP ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഡൈനാമിക് IP കിട്ടിക്കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ഇന്ന് കിട്ടുന്ന IP 10.93.104.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ലീസ്റ്റ് ടൈം കഴിയുമ്പോൾ എനിക്ക് അടുത്ത് കിട്ടാൻ പോണത് 212.23.4.1 ഇങ്ങനെ IP കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്തൊരു കോൺഫിഗറേഷൻ ചെയ്ത് അതിനെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാറ്റിക് IP ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഈ വാൻ IP ത്രൂ ആണ്, സ്റ്റാറ്റിക് IP സോറി മാറിപ്പോയി, വാൻ IP ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഈ വാൻ IP ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയില്ല ഈ വാൻ IP ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നുണ്ട്, റൗട്ടർ അനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, പുറത്തുനിന്ന് കിട്ടൂല ഇതിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈനാമിക് DNS എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഓക്കെ, സാധാ DNS പോലെ തന്നെ ഒരു സെർവർ ഉണ്ടാവും. ഓക്കെ, സെർവറിൽ ഒരു അഡ്രസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, A എന്ന് പറഞ്ഞ അഡ്രസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഈ A എന്ന് പറഞ്ഞ അഡ്രസ്സിനെ നമ്മൾ റൗട്ടറിന്റെ അകത്ത്, റൗട്ടറിന്റെ വാനിൽ നമ്മൾ ബൈൻഡ് ചെയ്ത് വെക്കും. ബൈൻഡ് ചെയ്ത് വെക്കുക വെച്ച് കഴിഞ്ഞാൽ റൗട്ടറിന്റെ വാനില് ഈ പറഞ്ഞ സാധനം നമ്മൾ കുത്തിത്തിരിക്കി കയറ്റി വെക്കും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടുന്ന ഈ IP എന്നിരിക്കാം. അപ്പൊ ഈ Aക്ക് കിട്ടുന്നത് ഈ IP. ഓക്കെ, ഈ Aക്ക് കിട്ടുന്ന IP ഇത്. 2 ദിവസം കഴിയുമ്പോൾ ഈ IP പോയി ഈ IP കിട്ടുന്നതായിരിക്കും. അപ്പൊ A ഓട്ടോമാറ്റിക്കലി എടുക്കുന്നത് ഈ IP. സോ അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഈ വാൻ ആക്സസ് ചെയ്യാനായിട്ട് ഈ IP ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഈ A എന്ന് പറഞ്ഞ സാധനം എന്താണോ അത് ഓർത്തിരുന്നാൽ മതി, ഒരു പേരാണ്. ഓക്കെ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഈ റൗട്ടറിലേക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ റൗട്ടറിലേക്ക് ഉള്ള ആക്സസ്, റൗട്ടറിന്റെ വാൻ വരെയുള്ള ആക്സസ് എനിക്ക് അവിടെ കിട്ടി, A എന്ന് പറഞ്ഞ ഇത് കിട്ടി. ഓക്കെ, ഇതിനെയാണ് ഡൈനാമിക് DNS എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സാധനം ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സാധനത്തിന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് DNS. ഓക്കെ, DDNS, ഡൈനാമിക് DNS എന്ന് പറഞ്ഞത് പല പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫയർവാളിൽ തന്നെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 40DDNS എന്ന് പറഞ്ഞ സാധനമുണ്ട്, 40DYDNS എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇങ്ങനെ കുറെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറെ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ പറഞ്ഞ 40DD അല്ല ഈ DDNSകൾ കുറെ കിട്ടും. ഓക്കെ, ഇനി എന്താണ് പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റിനാണ് ബയോമെട്രിക് ഡിവൈസ് ആഡ് ചെയ്തു. ഓക്കെ, ബയോമെട്രിക് ഡിവൈസ് ആഡ് ചെയ്തു. ഓക്കെ, ഇതിനൊരു ലോക്കൽ IP ഉണ്ടല്ലേ, ഏതാ 192, ഉദാഹരണത്തിന് 192.168.7.10 എന്ന് പറഞ്ഞ IP ആണ് ഇതായിരിക്കും. അത് സ്റ്റാറ്റിക് ആയിട്ട് ഞാൻ അസൈൻ ചെയ്തു. ഓക്കെ, പുറത്തുനിന്ന് എനിക്ക് ഈ ബയോമെട്രിക്കിന് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇന്റർനെറ്റ് ത്രൂ വന്ന് റൗട്ടറിൽ വന്ന് അതിനുശേഷം പുറത്തേക്ക് വന്ന് അകത്ത് കയറണം അല്ലെ. പക്ഷെ ഡൈനാമിക് DNS വെച്ചിട്ട് ഞാൻ ഇവിടെ വരെ വന്ന്, ഓക്കെ, വാൻ ത്രൂ വരെ വന്നു. പക്ഷെ വാനിൽ ചെന്നിട്ട് എനിക്ക് അറിയില്ല ഏത് IP-ലേക്ക് പോകണം എന്നുള്ളത്. കാരണം DDNS പറഞ്ഞു കൊടുക്കുന്ന ഈ റൗട്ടറിന്റെ വാൻ IP-യാ. വാനിൽ ചെന്ന് കഴിഞ്ഞാൽ ലാനിൽ പല സാധനങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാൻ പാടില്ല ഏത് IP-ലേക്ക് പോകണം എന്നുള്ളത്. അന്നേരം നമ്മൾ റൗട്ടറിന്റെ അകത്ത് പോർട്ട് റീഡയറക്ഷൻ അല്ലെങ്കിൽ പോർട്ട് ഫോർവേഡിങ്, അങ്ങനെ പല പേരുകളുണ്ട്. ഫോർവേഡിങ്ങിൽ നമ്മളൊരു പോർട്ട് അസൈൻ ചെയ്യും. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പോർട്ട് നമ്മൾ എടുത്തിടും. ഉദാഹരണത്തിന്
T234 എന്നൊരു പോർട്ട് ഞാൻ എടുത്തു വിചാരിക്കുക. ഈ പോർട്ട് ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, T234 എടുത്തു. എന്നിട്ട് ഈ റൗട്ടറിന്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും 2234 എന്ന് പറഞ്ഞ് ആരെങ്കിലും വാൻഡ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 2234 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞ IP-ലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയും. 192.168.7.10 പറഞ്ഞു വിടണമെന്ന് പറയും. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഈ വാൻഡ് അവിടെ വന്നിട്ട് ചോദിക്കുവാണ് 2234 സെക്യൂരിറ്റി കോഡ് പോലെ. ഓക്കെ, മറ്റേ നാടോടിക്കാറ്റ് സിനിമയിലൊക്കെ മറ്റേ ദാസനും വിജയനും പോയിട്ട് പറയുന്ന കോഡില്ലേ, സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വാൻഡ് അവിടെ വന്നിട്ട് ഇത് പറയുന്ന ഒരു സെക്യൂരിറ്റി കോഡ് ആയിരിക്കാം. ഓക്കെ, ഒരു സീക്രട്ട് കോഡാണ് പോർട്ട്. ഈ പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റൗട്ടർ മനസ്സിലാക്കും, ഓക്കെ ഈ പോർട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പോർട്ട് ചോദിച്ചാൽ ആരെങ്കിലും വാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവന് നേരെ പറഞ്ഞു തരേണ്ടത് ഈ IP-യിലേക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ DDNS ഡൈനാമിക് DNS സെറ്റ് ചെയ്തു, പോർട്ടും സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്തായി? ഡൈനാമിക് DNS ത്രൂ എനിക്ക് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നെറ്റ്വർക്ക് ത്രൂ ആക്സസ് ചെയ്യുന്ന ഡൈനാമിക് DNS പറഞ്ഞു കൊടുത്തിയാൽ ഇവിടെ വരും അല്ലേ, ഈ വാൻഡ് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, അതിനുശേഷം പോർട്ടും കൂടെ അതിന്റെ പുറകിലുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പോർട്ട് 2234 പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നേരെ എനിക്ക് ആക്സസ് കിട്ടി, അത് നേരെ വന്നു കയറുന്നത് ഈ IP-യിലേക്ക് വന്നു കയറും അല്ലേ. അപ്പൊ എന്തായി ഗുണം? എനിക്ക് DNSഉം പോർട്ട് ഫോർവേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ബയോമെട്രിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റപ്പിനാണ് നമ്മൾ ചെയ്യുന്നത് ഡൈനാമിക് DNSഉം പോർട്ട് ഫോർവേഡിങ്ങും. ഇത് സാധാരണ കേസുകളിൽ നമ്മൾ എത്തിസലാത്തിനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം ആകെ ഒരു കോൺഫിഗറേഷനേ ഉള്ളൂ. ഇൻ കേസ് വലിയ ഇതില് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, കസ്റ്റമൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എത്തിസലാത്തിനെ വിളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ സെഷനിൽ കണ്ട പോലെ തന്നെ DMC ചെയ്യും. DMC ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ റൗട്ടറിൽ തന്നെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ DDNSഉം അല്ലെങ്കിൽ ഡൈനാമിക് DNSഉം പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.